ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ദൈവവചനത്തെ താൻ പഠിച്ചറിഞ്ഞ സത്യവുമായി ചേർത്ത് വെച്ച് പ്രാർത്ഥനയിലൂടെയും ശാന്തതയിലൂടെയും ദൈവത്തിൻ്റെ അരൂപിയാൽ നിറഞ്ഞ് തന്നെ എതിർത്ത് നിന്നവരോട് പോലും സ്നേഹിത എന്ന് വിളിച്ച് ക്രിസ്തുനാഥൻ്റെ അതേ പാത പിന്തുടർന്ന് ധന്യം മാറി ഇവാനിയോസ്. തൻ്റെ ആരംഭകാലത്ത് മലങ്കര സഭയ്ക്ക് വേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യം ഐക്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അന്നത്തെ സഭാസമൂഹത്തിൻ്റെ ശാന്തതയില്ലായ്മ പിതാവിനെ ഏറെ വേദനിപ്പിച്ചു. ഭാരത ന്യൂമാനും സഭയ്ക്ക് പ്രവാചകനും പുണ്യശ്ലോകനുമായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ അതുല്യ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയായിരുന്നു പുണ്യപിതാവിൻ്റെ ശാന്തത. മലങ്കരയിൽ ശാശ്വതമായ ശാന്തതയും സമാധാനവും കൈവരുന്നതിന് സത്യസഭയായ മലങ്കര കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് പരിഹാരമെന്ന് തിരിച്ചറിഞ്ഞ പിതാവ് ദൈവസന്നിധിയിൽ ആഴമായ പ്രാർത്ഥനയുടെ നാളുകൾക്ക് തുടക്കം കുറിച്ചു. അങ്ങനെ ആഴമായ പ്രാർത്ഥനയുടെ ബലമായിട്ടാണ് പുനരൈക്യം എന്ന പ്രസ്ഥാനം യാഥാർത്ഥ്യമായത്. ശാന്തതയും സമാധാനവുമാണ് സഭയെ അതിൻ്റെ മിഷൻ ചൈതന്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ പിതാവ് താൻ അറിഞ്ഞ സമാധാനത്തിൻ്റെ വഴികളെ പിന്തുടരുവാൻ ഒട്ടും മടിച്ചില്ല. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം എന്ന തിരുവചനം പിതാവ് ഓർത്തുകൊണ്ട് ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും വഴികളിലേക്ക് ഈ സഭയെ നയിക്കുവാൻ ഈ കാലഘട്ടം തിരഞ്ഞെടുത്ത നവയുവക പ്രവാചകനായി മാറി. ശാന്തതയുടെ വഴികൾ തിരഞ്ഞെടുത്ത പിതാവിന് മുൻപിൽ ശാന്തമായ വഴികളായിരുന്നില്ല. അത് നേടിയെടുക്കുവാൻ പിതാവ് തൻ്റെ മുഴുവൻ സമയവും പ്രാർത്ഥനയും പരിത്യാഗത്തിലും ചെലവഴിച്ചു. ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുഞ്ഞും ഒരു പ്രത്യേക സന്ദേശത്തോടു കൂടിയാണ് കടന്നു വരുന്നത് എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തായിരുന്നു പുണ്യപിതാവിലൂടെ നമുക്ക് ദൈവം നൽകിയ സന്ദേശം എന്ന് നോക്കുമ്പോൾ ആ സന്ദേശം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രത്നചുരുക്കം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ അതിൻ്റെ ശാന്തതയുടെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പൈതൽ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ കൃപയിലും വളർന്നു വന്നുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ പുണ്യപിതാവ് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ കൃപയിലുമാണ് വളർന്നു വന്നത്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് ആശാനിൽ നിന്ന് ലഭിച്ച കുടിപ്പള്ളിക്കൂടത്തിലെ അനുഗ്രഹങ്ങളും മാവേലിക്കര CMS സ്കൂളിലും കോട്ടയം MD സെമിനാരി സ്കൂളിലും പഠിച്ച് ലഭിച്ച അനുഗ്രഹങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം കോട്ടയത്ത് CMS കോളേജിൽ പഠനം ആരംഭിച്ചു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ BAയും ചരിത്രത്തിൽ MAയും നേടിയെടുത്ത് സുറിയാനി ക്രിസ്ത്യാനികൾ നെസ്റ്റോറിയൻസ് ആണോ അല്ലയോ എന്ന ചരിത്ര പഠനത്തിലൂടെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഒരു ദിശാബോധം കൊടുക്കുവാൻ കഴിഞ്ഞ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ്. 1903 മുതൽ 1912 വരെ താൻ പഠിച്ച കലാലയമായ MD സെമിനാരി ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മേൽ ചെലുത്തുന്ന സ്വാധീനമാണ് വിദ്യാഭ്യാസമെന്ന് പുണ്യപിതാവ് തന്റെ ജീവിതത്തിലും അനേകർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് 1900 വട്ടശ്ശേരി ദിവന്യാസ്യോസ് തിരുമേനിയിൽ നിന്ന് പുതിയകാവ് പള്ളിയിൽ വെച്ച് ഷെമാശ പട്ടം സ്വീകരിച്ചത്. ഒരു ഷെമാശിന്റെ ദൗത്യം എന്താണെന്ന് വളരെ മനോഹരമായ രീതിയിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ശുശ്രൂഷയിലൂടെ കാണിച്ചു കൊടുത്തു. പിതാവ് നടത്തിയ പ്രഭാഷണങ്ങളിലൂടെ അദൃശ്യമായ ദൈവകൃപ ദൃശ്യമായ കർമ്മങ്ങളിലൂടെ എങ്ങനെ ലഭ്യമാക്കി കൊടുക്കുന്നുവെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനാൽ കൂദാശകളുടെ ഷെമാശൻ എന്ന പേരിൽ അറിയപ്പെട്ടു. തുടർന്ന് 1908 പരിമല പള്ളിയിൽ വെച്ച് വട്ടശ്ശേരി ദിവന്യാസ്യോസ് തിരുമേനി അദ്ദേഹത്തെ പുരോഹിതനായി അഭിഷേകം ചെയ്തു. ഫാദർ PT വർഗീസ് എന്നറിയപ്പെട്ട അദ്ദേഹം മദ്രാസ് സർവകലാശാലയിൽ നിന്ന് MA ചരിത്രത്തിൽ വിജയിച്ച മധ്യ തിരുവിതാംകൂറിലെ ആദ്യ വൈദികനായതിനാൽ MA അച്ഛൻ എന്നും അറിയപ്പെട്ടു. തുടർന്ന് സെറാംപൂർ കോളേജിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ നിന്നും 22 യുവാക്കളെയും 12 യുവതികളെയും അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചു. സ്വന്തം ചെലവിലാണ് അവരെ പിതാവ് പഠിപ്പിച്ചത്. അവർ പിന്നീട് സഭയുടെയും സമൂഹത്തിൻ്റെയും മുഖ്യധാരയിലേക്ക് കടന്നു വന്ന് പ്രവർത്തിച്ചു. കേരള സഭയുടെ അനൈക്യം മനസ്സിലാക്കി ഐക്യത്തിനുള്ള പാത ഏതാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സബർമതി ആശ്രമത്തിൻ്റെയും ശാന്തി നികേതനത്തിൻ്റെയും മാതൃകകൾ പഠിച്ചു. അതിൻ്റെ ഫലമായി 1919 റാന്നി പെരുന്നാട്ടിലെ മുണ്ടൻമലയിൽ ആശ്രമം സ്ഥാപിക്കുകയും പിന്നീട് ബഥനി സന്യാസ സമൂഹത്തിന് രൂപം നൽകുകയും ചെയ്തു. പിന്നീട് ആഗോള കത്തോലിക്ക സഭയുമായുള്ള പുനരൈക്യത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു. മാവേലിക്കര കുന്നം തിരുഹൃദയ ദേവാലയത്തിലെ വികാരിയായിരുന്ന ജോൺ റിബോറോ അച്ഛൻ്റെ സ്വാധീനവും മാർഗനിർദ്ദേശവും ഈ ദിശയിൽ അദ്ദേഹത്തെ സഹായിച്ചു. 1930 സെപ്റ്റംബർ 20 കൊല്ലം തങ്കശ്ശേരി പ്രോ കത്തീഡ്രൽ ചാപ്പലിൽ വെച്ച് മാർ ഇവാനിയോസ് തിരുമേനിയും യാക്കോബ് മാർ തെയോഫിലോസ് തിരുമേനിയും മറ്റ് സഹപ്രവർത്തകരും കത്തോലിക്ക സഭയുമായി ഔദ്യോഗികമായി പുനരൈക്യപ്പെട്ടു. തുടർന്ന് തിരുവനന്തപുരം അതിഭദ്രാസനവും തിരുവല്ല ഭദ്രാസനവും സ്ഥാപിതമായി. സഭയുടെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയത് ഈ ചരിത്ര സംഭവമായിരുന്നു.
1953 ജനുവരി 29 മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ തന്റെ പിൻഗാമിയായി വാഴിച്ച അദ്ദേഹം അതേ വർഷം ജൂലൈ 15 കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ തലേ ദിവസം ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനവും സഭ അംഗീകരിച്ച വിശുദ്ധ പദവിയിലേക്കുള്ള നടപടികൾ ആരംഭിച്ചു. 2007 ദേവദാസനായി പ്രഖ്യാപിക്കപ്പെട്ട അദ്ദേഹം വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കി 2024 മാർച്ച് 14 ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ധന്യൻ മാറിവാനസ് പിതാവിന്റെ ജീവിതത്തിന്റെ കേന്ദ്ര സന്ദേശം ശാന്തതയായിരുന്നു. ജീവിതത്തിലെ പ്രക്ഷുബ്ധങ്ങളിലും വെല്ലുവിളികളിലും അശോഭ്യനായി നിന്നുകൊണ്ട് ദൈവാശ്രയത്തിൽ മുന്നേറാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നേതൃശൈലി അധികാരപ്രയോഗത്തിലല്ല, സേവനത്തിലായിരുന്നു. മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുകയും സഹാനുഭൂതിയോടെ സമീപിക്കുകയും അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയത്. വിശുദ്ധ മദർ തെരേസ നമ്മോട് പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ ഫലം സ്നേഹമാണ്, സ്നേഹത്തിന്റെ ഫലം സേവനമാണ്, സേവനത്തിന്റെ ഫലം സമാധാനമാണ്. വിശ്വാസം നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുന്നതാകണം. വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, അനാഥാലയങ്ങൾ, വയോജന ഭവനങ്ങൾ, ഭിന്നശേഷിക്കാർക്കുള്ള കേന്ദ്രങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ ആത്മീയവും സാമൂഹികമായ വളർച്ചയ്ക്ക് ധന്യൻ മാറിവാനസ് പിതാവ് നൽകിയ സംഭാവനകൾ അനൂപമാണ്. അദ്ദേഹത്തിന്റെ ദർശനവും സന്ദേശവും ജീവിതവും നമ്മുടെ വഴിയാത്രയിൽ വെളിച്ചമാകട്ടെ. അദ്ദേഹത്തിൽ ശോഭിച്ച പ്രശാന്തത നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും നിരന്തരം ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ബഥനി മലനിരകൾ, ബഥനി മലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും. മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും.